നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. പാവി പോകണം പാതാളം എന്ന് പറഞ്ഞല്ലേ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞ് ഒരുപാട് വാദകോലാഹലങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് പേര് പക്ഷം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുകയും അവസാനം വിവരാവകാശ കമ്മീഷന് പരാതി കൊടുക്കുകയും വിവരാവകാശ കമ്മീഷണർ തന്നെ വ്യക്തികളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് വ്യക്തികളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സൂചനകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് വിവരാവകാശ കമ്മീഷണർ പറഞ്ഞത് പുറത്തുവിടൂ എന്നാണ്. പുറത്തുവിടാൻ തീരുമാനമായി. അതിൽ മാറ്റേണ്ടതൊക്കെ മാറ്റിയൊക്കെ വെച്ച് 62 പേജ് മാറ്റി വെച്ചു. 295 പേജിൽ 62 പേജ് മാറ്റി 233 പേജ് പുറത്തുവിടാൻ തീരുമാനിച്ചപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ട് സജിമോൻ പറയിൽ എന്ന് പറയുന്ന നിർമ്മാതാവ്, എനിക്കറിയില്ല ആളിനെ, സജിമോൻ പറയിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി മുൻപിന്നൊന്നും ആലോചിച്ചില്ല, സ്റ്റേ ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണ്ട എന്ന് തീരുമാനിച്ചു. 62 പേജ് ഒഴിവാക്കിക്കൊണ്ടാണ് പുറത്തുവിടാൻ തീരുമാനിച്ചത്. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡയുടെ നേതൃത്വത്തിലാണ് പരിശോധിച്ചത്. 295 പേജിൽ 62 പേജുകൾ ഒഴിവാക്കി 233 പേജ് പുറത്തുവിടാം എന്ന് സർക്കാരിന് ഉപദേശം നൽകി. ഒഴിവാക്കിയ പേജുകൾ നിയമവകുപ്പും പരിശോധിച്ചു. അവരും പറഞ്ഞു ഈ പേജുകളെല്ലാം ഒഴിവാക്കേണ്ടത് തന്നെയാണെന്ന് നിയമവകുപ്പും പറഞ്ഞു. അപ്പോൾ ഇനി ആർക്കും അതിന് കേസിനൊന്നും പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഒഴിവാക്കിയ ഭാഗങ്ങളിൽ കൂടുതലും നടിമാരുടെയും സാങ്കേതിക പ്രവർത്തകരും കൊടുത്ത മൊഴികളായിരുന്നു. ഈ മൊഴി കൊടുത്തവർ തന്നെ മൊഴികൾ പുറത്തു പോകരുതെന്ന് നിബന്ധന വച്ചിരുന്നു. ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്ന് കരുതി ഇതൊന്നും പുറത്തു വിടരുതെന്ന് അവർ തന്നെ പറഞ്ഞാൽ പിന്നെ എന്ത് പ്രസക്തി? അതുകൊണ്ട് തന്നെ സർക്കാർ ശ്രദ്ധിക്കണമെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സർക്കാരിനോടും പറഞ്ഞിരുന്നു. കാരണം വന്ന് മൊഴി തന്നവർ തന്നെ അവരുടെ പേരോ അവർ പറഞ്ഞ ആളുകളുടെ പേരോ ഒന്നും പുറത്തുവിടരുതെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാണല്ലോ അത് കൊടുത്തത്. എന്നിട്ടും പുറത്തുവിടാൻ തീരുമാനിച്ചപ്പോൾ ഇപ്പോൾ ഒരു നിർമ്മാതാവ് സ്റ്റേ ചെയ്തിരിക്കുന്നു. എന്തിനാണ് അദ്ദേഹം സ്റ്റേക്ക് പോയതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഹൈക്കോടതി വാദത്തിനും നിന്നില്ല, സ്റ്റേ ചെയ്തു. നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നതിൽ എത്ര പേര് ഇന്ത്യൻ 2 കണ്ടു എന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിങ്ങിൻ്റെ അന്ന് തന്നെ കേരളത്തിൽ ഈ റിവ്യൂ നടത്തുന്നവർ എന്ന് പറയുന്നതിൽ ചിലർ കമൽഹാസന് വയസ്സായില്ലേ, ചെറുപ്പകാലത്ത് കമൽഹാസൻ ചെയ്തിരുന്ന പോലെ ഇനി ചെയ്യാൻ കഴിയുമോ, അതുകൊണ്ട് ഈ പടം തല്ലിപ്പൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചില പോസ്റ്റുകൾ നടത്തി. അത് 10 ലക്ഷവും 8 ലക്ഷവും ഒക്കെ പേര് കാണുന്ന യൂട്യൂബർമാരാണ്. തീർച്ചയായിട്ടും അത് കാണുന്നവർ ഒരു കാര്യം ആലോചിക്കും, പടം വരട്ടെ, പടം വന്ന ആരെങ്കിലുമൊക്കെ കണ്ട അഭിപ്രായം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ പടത്തിന്റെ പരാജയത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി ഈ യൂട്യൂബർമാർ തന്നെ ചെയ്തു വെച്ചു എന്നുള്ളത് സത്യമാണ്. അതിനും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. പടം വന്നു, വ്യാപകമായ ആക്ഷേപം വന്നു. ഇന്ത്യൻ 1 മാറ്റി യാതൊരു ബന്ധവുമില്ല ഇന്ത്യൻ 2 എന്ന് പറഞ്ഞിട്ട്. ഒന്നാമത്തെ കാര്യം, ഈ 1-ാം ഭാഗം വലിയ വിജയമായ സിനിമകളുടെ 2-ാം ഭാഗം എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇപ്പോൾ നാടോടിക്കാറ്റ് വലിയ വിജയമായിരുന്നു. ആ വിജയത്തോളം എത്തിയില്ലെങ്കിലും 2-ാം ഭാഗമായ പട്ടണപ്രവേശം കുഴപ്പമില്ലാതെ പോയതാണ്. പക്ഷേ 3-ാം ഭാഗമായ അക്കരെ പരമ ബോർ സിനിമയായിരുന്നു. എങ്ങനെയൊക്കെയോ പ്രിയദർശൻ ചെയ്ത് തട്ടിക്കൂട്ടി തീർത്തൊരു പടമായി. അതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം 2-ാം ഭാഗം എപ്പോഴും സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ല എങ്കിൽ 1-ാം ഭാഗത്തിൻ്റെ ആ എല്ലാ മികവും നഷ്ടപ്പെടും. ഇന്ത്യൻ 2 കണ്ട പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ സമ്മിശ്രമായ പ്രതികരണമായിരുന്നു. കുഴപ്പമില്ല, കണ്ടിരിക്കാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ആ കമലഹാസന്റെ മകനായിട്ടുള്ള ക്യാരക്ടർ ഇല്ല, പകരം വേറെ പുതിയ ക്യാരക്ടറുകളാണ്. മകനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്ത്യൻ പോലെ ആസ്വദിക്കാമായിരുന്നു ചിലർ പറഞ്ഞു. ഇന്ത്യൻ എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടി മനോഹരമായ പാട്ടുകളാണല്ലോ ഉണ്ടായിരുന്നത്. ഇതിൽ പക്ഷെ അതൊന്നും ഇല്ല. അതിൽ ആ കങ്കാരുമായിട്ടൊക്കെ കമലഹാസൻ ഓടി നടന്ന് പാടുന്നൊരു നല്ല പാട്ടുണ്ടല്ലോ, അതുപോലെ ഒന്നും ഇല്ല. മൊത്തത്തിൽ
ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു. പക്ഷെ ഏറിയ പങ്കും പറഞ്ഞത് തല്ലിപ്പൊളി പടം എന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് തിയേറ്ററിൽ ആളില്ല. തിയേറ്ററിൽ ആളില്ല എന്ന് കണ്ടപ്പോൾ ഞാനും സിന്ധു മോനും കൂടെ കാണാൻ പോയി. അപ്പോൾ തമിഴ് എന്താണെന്ന് അറിഞ്ഞാൽ തമിഴ് ഭാഷയുടെ ഒരു വാക്കിന്റെ അർത്ഥം അറിഞ്ഞിട്ടുണ്ട്. സിന്ധു എനിക്ക് തോന്നുന്നു പടം തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ബോറ് അടിക്കുന്നതുകൊണ്ട് കൂടി ആയിരിക്കാം സിന്ധു അങ്ങ് ഉറങ്ങി. ഞാനും മോനും ഇരുന്ന് കണ്ടു. ഒരു എന്താ പറയുക, കോടികൾ വാരി എറിഞ്ഞ് ഓരോ ഫ്രെയിമും ആ കോടികളുടെ കിലുക്കത്തിൽ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് കണ്ടിരിക്കാവുന്ന ഫ്രെയിമുകളാണ്. പക്ഷെ ഒരു സിനിമയ്ക്ക് അത് മാത്രം പോരല്ലോ. നമ്മുടെ ഈ ആധുനിക സാങ്കേതിക വിദ്യ വന്നതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഈ ശങ്കറിൻ്റെ സിനിമകളിൽ, പുതിയ പുതിയ സിനിമകളിലുണ്ട്. കാരണം ഇപ്പൊ A1 A4 ഒക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെ പ്രശ്നം. ഡിജിറ്റൽ ഫോർമാറ്റ് ആയപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. അതെല്ലാം എടുത്തിട്ട് അലക്കി ഈ ശിവജി ആയാലും എന്തിരനായാലും ഇപ്പൊ ഈ പടമായാലും ഒക്കെ ധാരാളത്തെ കാണിച്ച് സിനിമ അതിൽ നിന്ന് പോവുകയും ടെക്നിക്കൽ പെർഫെക്ഷൻ മാത്രമേ സ്ക്രീനിൽ കാണാനുള്ളൂ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഇന്ത്യനില് എന്താ പറയുക, A.R. റഹ്മാന്റെ മനോഹരമായ പാട്ടുകളുണ്ടായിരുന്നു. പക്ഷെ ഇതിലിപ്പോൾ അനിരുദ്ധ് രവിചന്ദ്രാണ് ചെയ്തിരിക്കുന്നത്. ജയിലറിൽ പാട്ടൊക്കെ ചെയ്ത ആൾ, റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത ആൾ. പക്ഷെ ആ മികവൊന്നും ഇതിൽ കണ്ടില്ല. ചിലപ്പോൾ അനിരുദ്ധിന്റെ കുഴപ്പമായിരിക്കില്ല, ചെയ്യാൻ എന്തെങ്കിലും കോപ്പ് വേണ്ടേ, അതുകൊണ്ടായിരിക്കാം റെക്കോർഡിങ്ങിലോ ഒന്നും ഒരു ഈ പടത്തെ വിജയിപ്പിക്കാനുള്ള ഒരു സംഭാവനയും അനിരുദ്ധിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് തോന്നി എനിക്ക് കണ്ടോണ്ടിരുന്നത്. പിന്നെന്താണെന്ന് ചോദിച്ചാൽ, ഈ വിജയ് മല്യ എന്ന് പറഞ്ഞ ആളിനെയോ അംബാനിയൊക്കെ എത്ര പേർക്ക് അറിയാവുന്നേ. അപ്പൊ വിജയ് മല്യ ഇന്ത്യയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്ത് മുങ്ങി വിദേശ രാജ്യത്ത് പോയി അതോ ഒരു കൊട്ടാര സദൃശമായ വീട്ടിൽ എന്താ പറയുക സുഖിച്ച് ജീവിക്കുന്നു എന്നാണല്ലോ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഇവിടെ ആയിരുന്നപ്പോഴും അദ്ദേഹം ഈ പെൺവിഷയവും ഒക്കെ ആയിട്ട് കുറെ പെണ്ണുങ്ങളെയൊക്കെ കൊണ്ട് നടന്നിരുന്ന ആളാണ്. അവിടെയും അങ്ങനെയൊക്കെ ജീവിക്കാതിരിക്കാം. കാരണം നമ്മൾ കഷ്ടപ്പെട്ട നികുതി കൊടുത്ത പൈസയല്ലേ എത്ര ആയിരം കോടി അടിച്ചോണ്ട് പോയത്. ഇപ്പൊ കൊണ്ടുവരും എന്ന് പറയാൻ എത്ര വർഷമായി. വിജയ് മല്യയെ കൊണ്ടുവന്നിട്ടില്ല. വിജയ് മല്യ പറയാൻ ആരും പോയിട്ടില്ല. ഞാനിപ്പോൾ റെയ്നോൾഡ്സ് എന്ന് പറഞ്ഞാൽ ആ പേന വാങ്ങിക്കുമ്പോൾ ആലോചിക്കും, ഇതിന്റെ മുതലാളി എത്ര കോടി ബാങ്കിൽ നിന്ന് അടിച്ചോണ്ട് പോയി. നമ്മൾ പോയി എവിടെയെങ്കിലും ഒരു 50,000 രൂപ ലോൺ കേട്ടാൽ ഏതെങ്കിലും ബാങ്ക് തരുമോ? തരില്ല. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറയാം. ഞാൻ ഈ അടുത്ത കാലത്ത് കാനറ ബാങ്കിൽ പോയിട്ട്, എനിക്ക് അക്കൗണ്ടുള്ള അവിടെയാണ്. കാനറ ബാങ്കിലാണ് സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ കോടിക്കണക്കിന് രൂപയുടെ പൈസ ഇട്ട് ആളുകൾക്ക് പെൻഷനും ഒക്കെ കൊടുക്കുന്നത്. ഞാൻ അതിന്റെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്ന സമയത്താണ് കാനറ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നത്. അവിടെ ഇപ്പോൾ ഒരു പെണ്ണും പിള്ളയാണ് ഇരിക്കുന്നത്, ഇവിടെ ശാസ്തമംഗലം ബ്രാഞ്ചിൽ. ഞാനൊരു അത്യാവശ്യമായിട്ട് എനിക്കൊരു 2 ലക്ഷം രൂപ വേണമായിരുന്നു. അപ്പോൾ അവർക്ക് എൻ്റെ അവിടുത്തെ അക്കൗണ്ടിലുള്ള ഡീറ്റെയിലൊക്കെ പരിശോധിച്ചാൽ ഇവർ പറ്റിപ്പുകാരനല്ല എന്ന്, ഇവൻ്റെ ഒരു ചെക്ക് മടങ്ങിയിട്ടില്ല എന്നും ഒക്കെ കാണാൻ പറ്റും. പക്ഷെ അവർ വളരെ കൂളായിട്ട് പറഞ്ഞു, അങ്ങനെ തരാൻ കഴിയില്ല. കാരണം മെനക്കെടാൻ വയ്യ അവർക്ക്, അതാണ് പ്രശ്നം. നേരെ മറിച്ച് ഈ പറഞ്ഞ വിജയ് മല്യമാരോ അംബാനിമാരോ ഒക്കെ വന്നാൽ ഇവരുടെ തലതൊട്ടന്മാർ എത്ര ആയിരം കോടി വേണമെങ്കിലും കൊടുക്കും, തിരിച്ചേരണ്ട, അത് സർക്കാർ എഴുതി തള്ളിക്കൊള്ളും. എന്തായാലും ശങ്കറിനെ തിരക്കഥയിൽ സഹായിച്ചിരിക്കുന്നത് നമ്മുടെ ജയ്മോഹനാണ് ഒരാൾ. ജയ്മോഹനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മഞ്ഞുമൽ ബോയ്സ്, പെറുക്കികളുടെ സിനിമ എന്ന് പറഞ്ഞ് ജയ്മോഹനാണ് ഇതിൽ സംഭാവന നൽകിയിരിക്കുന്നത് പൊളിഞ്ഞ പടത്തിന്. പിന്നെ ലക്ഷ്മി, ശരവണകുമാർ, കപിലൻ, വൈരമുത്തു, നമ്മളെ പാട്ടെഴുത്തുകാരൻ വൈരമുത്തു, ഇത്രയും പേര് സ്ക്രിപ്റ്റിൽ ശങ്കറിനെ സഹായിച്ചിട്ടുണ്ട്. രവിവർമ്മനാണ് ഛായാഗ്രഹണം. 150-നും 300-നും കോടിക്കിടയിൽ ചെലവായി എന്ന് പറയുന്നു. 8 ദിവസം കൊണ്ട് 7 കോടി രൂപ കളക്ട് ചെയ്തു എന്നും പറയുന്നു. കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇന്ത്യൻ കണ്ടപ്പോൾ ആകെ പ്രയാസം തോന്നിയത് നെടുമുടി വേണുചേട്ടനെ കാണിക്കുമ്പോഴാണ്. ആ CBI ഉദ്യോഗസ്ഥനായിട്ട് കൃഷ്ണസ്വാമി എന്നുള്ള ക്യാരക്ടർ നെടുമുടി വേണു ചെയ്ത വേഷമാണല്ലോ ഇതിലുമുണ്ട്. അപ്പോൾ അതിലൊരു വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോഴോ അതുപോലെ 1-2 സീനിലെ വേണുചേട്ടനുള്ളൂ. ബാക്കി മുഴുവൻ ഈ ആധുനിക സംഗീതം ഉപയോഗിച്ചാണ് വേറൊരാളിനെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ മലയാളിയായ പടർശേശിക്കുട്ടി നന്ദു പൊതുവാളാണെന്ന് പറയുന്നു. അതിൻ്റെത് കാണാനുണ്ട്. കാരണം നെടുമുടി വേണു കുറച്ചുകൂടെ ഹൈറ്റ് വെച്ച്, നെടുമുടി വേണു കുറച്ചുകൂടെ തടിയനായൊക്കെയാണ് നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, പോട്ടെ. 2018 കമൽഹാസന്റെ ജന്മദിനത്തിൽ, ജന്മദിനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നവംബർ 7, ഇന്ത്യന്റെ 2ാം ഭാഗം ഉണ്ടാകും എന്നുള്ള വാർത്ത കമൽഹാസൻ പുറത്തുവിട്ടത് 6 വർഷം മുമ്പ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ തമിഴ്നാട്ടിലെ അതിന്റെ അവതാരകൻ കമൽഹാസനാണല്ലോ.
അദ്ദേഹം ആ ബിഗ് ബോസിലൂടെയും പ്രഖ്യാപിച്ചു ഇന്ത്യൻ 2 ഉണ്ടാകുമെന്ന്. ദിൽ രാജു ആയിരുന്നു ആദ്യകാലത്തെ എന്താ പറയുക ഇന്ത്യൻ 2ന്റെ നിർമ്മാതാവ്. ശങ്കറുമായിട്ടുള്ള ബജറ്റിന്റെ എന്തോ തർക്കമോ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ദിൽരാജ് മാറി. പകരം ലൈക്ക പ്രൊഡക്ഷൻസ് ഏറ്റെടുത്തു. ജയിലറൊക്കെ എടുത്ത് ലൈക്ക. 2018 ഡിസംബറിൽ ചിത്രീകരണം തുടങ്ങും, 2019 ചിത്രീകരണം തീർക്കും എന്നാണ് ശങ്കർ അന്ന് പറഞ്ഞിരുന്നത്. അതിൻ്റെക്കാണല്ലോ കോവിഡിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നത്. ഇന്ത്യൻ 2ഓടെ ഞാൻ അഭിനയം നിർത്തുകയാണെന്ന് ആ സമയത്ത് എൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് കമൽഹാസൻ പറഞ്ഞിരുന്നു, ഞാൻ ഈ പടം എൻ്റെ അവസാനത്തെ ചിത്രമായിരിക്കും, ഞാൻ ഇനി അഭിനയിക്കാൻ ഉണ്ടാവില്ല എന്നും പറഞ്ഞിരുന്നു. ഇന്ത്യ ടുഡേയും ഇന്ത്യ ഗിൽസ് എന്ന് പറഞ്ഞ ചാനലും അവർ രണ്ടുപേരും പറഞ്ഞത് 250 കോടി രൂപ ഈ പടത്തിന് ഇപ്പോൾ ചിലവായിട്ടുണ്ടെന്ന്. ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞത് 300 കോടി രൂപ ചിലവാക്കിയാണ് ഈ പടം എടുത്തത്. ന്യൂസ് 18 മാത്രം പറഞ്ഞു 150 കോടി രൂപ ചിലവാക്കിയുള്ളൂ. എന്തായാലും പടം വീണു, പക്ഷെ എല്ലാം വിറ്റെടുത്തിരിക്കും, അതുകൊണ്ട് നഷ്ടമൊന്നും വരാൻ സാധ്യതയില്ല. കൊതിപ്പിക്കുന്ന ഒരു എമൗണ്ടാണ് ശങ്കറിന്റെ സംവിധാനത്തിനുള്ള ഫീസ്. ഞാൻ കേട്ടപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞത് വലിയൊരു, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, മലയാളത്തിൽ ഒരു സിനിമ പോലും ആ എമൗണ്ട് എടുക്കാൻ നോക്കില്ല, അതിനേക്കാളും വലിയ തുകയാണ് ശങ്കർ സംവിധാനത്തിന് വാങ്ങിച്ചത്. അതിലൊരു ആർട്ട് അസിസ്റ്റൻ്റായിട്ട് വടക്കാഞ്ചേരിയിലുള്ള ഒരു രാജേഷ് പോയിരുന്നു. അപ്പോൾ രാജേഷ് ആ ഷൂട്ട് നടക്കുമ്പോഴൊക്കെ എന്നെ പലതും വിളിച്ച് പറഞ്ഞിരുന്നു, നമ്മുടെ ഇവിടെയൊക്കെ പാട്ടെടുക്കുമ്പോൾ ഒരു നാഗ്ര അല്ലെങ്കിൽ ഒരു എന്ത് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലും ഒരു ബോക്സ് സംവിധായകൻ്റെ കുറച്ച് അപ്പുറം വെച്ചിട്ട് അതിൽ നിന്ന് പാട്ട് കേട്ടിട്ടാണ് അദ്ദേഹം ഷൂട്ട് ചെയ്യാറ്. ഇവിടെ മലയാളത്തിൽ ശങ്കറിന് ഒരു ലോറ് നിറച്ചാണ് സ്പീക്കർ വരുന്നതെന്നാണ് പറഞ്ഞത്. ഒരു ലോറ് നിറച്ച് ബോക്സാണ്, അത്രയും ഉച്ചത്തിൽ പാട്ട് വെച്ചിട്ടാണെന്ന് പാട്ടിൻ്റെ ഷോട്ടുകൾ എടുക്കുന്നത്. ഒരു ദിവസം ഒരു ഷോട്ട് 2 ഷോട്ടൊക്കെയാണ് എടുക്കുന്നതെന്നാണ് രാജേഷ് എന്നോട് പറഞ്ഞത്. കണ്ണത്താ ദൂരത്തിൽ ഈ സേനാപതിയുടെ പടമൊക്കെ വരച്ച്, അതൊന്നും ഫ്രെയിമിൽ കാണാനില്ല, പക്ഷേ 1-2 മിന്നി പോകും പോലെ 1-2 ഷോട്ടിലേ ഉള്ളൂ. ആകെ എനിക്ക് കണ്ടത് പോത്തീസിന്റെ എംബ്ലം 2-3 അറിയപ്പെടേണ്ട രീതിയിൽ കാണിക്കുന്നുണ്ട്. പൈസ വാങ്ങിച്ചു കാണും, അതുകൊണ്ടായിരിക്കും. എന്തായാലും നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിൽ ആഗസ്റ്റിൽ ആഗസ്റ്റ് 15-ാം തീയതി ഈ സിനിമ OTTയിൽ വരും എന്ന് പറയുന്നു. ആകെ ഒരു ആശ്വാസം എനിക്ക് തോന്നിയത് ഇന്ത്യൻ 2 എൻഡായി, പടം തീർന്നെന്ന് പറഞ്ഞ ആളിൽ എണീക്കുമ്പോൾ, എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ എണീറ്റില്ല. അതിൻ്റെ അവസാന ഭാഗത്ത് ഇന്ത്യൻ 3യുടെ ട്രെയിലർ കാണിക്കും. ആ ട്രെയിലർ ഒരു 1.5 ട്രെയിലറാണ്. കമലഹാസന്റെ വയസ്സായി ചെറുപ്പമായ 2 വേഷങ്ങളും അതിലുണ്ട്. പിന്നെ നല്ല രസമായിട്ട് ട്രെയിലർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ട്രെയിലർ കണ്ടാൽ നമുക്ക് ഇന്ത്യൻ 2വിനേക്കാൾ മനോഹരമായ സിനിമയായിരിക്കാം ഇന്ത്യൻ 3 എന്ന് തോന്നാം. ഇനി പടം വരുമ്പോഴേ അതിൻ്റെ ബാക്കി പറയാൻ പറ്റും. എന്തായാലും ശങ്കറിനെ കുറിച്ച് നമുക്കുണ്ടായിരുന്ന പ്രതീക്ഷ ഈ പടത്തിൽ നഷ്ടപ്പെട്ടു. അത് സ്ക്രിപ്റ്റിന്റെ പരാജയമാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ഇന്ത്യനെ അല്ലെങ്കിൽ സേനാപതിയെ തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അയാൾ എവിടെയെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തെ കൊണ്ടുവരാനായിട്ട് വാട്സാപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ആളുകൾ ഇങ്ങനെ നിരന്തരമായി അഭ്യർത്ഥിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത 4 ചെറുപ്പക്കാരുടെയും 2 ചെറുപ്പക്കാരികളുടെയും 2 ചെറുപ്പക്കാരുടെയും അച്ഛന്മാരെല്ലാം അഴിമതിക്കാരാണ്. 4 പേര്, ഒരാൾ പോലും അതിൽ നല്ലവനില്ല. അവരുടെ 4 പേരുടെയും കുടുംബ ബന്ധങ്ങൾ തകർന്നു വെച്ചോളൂ. ആ 4 പേരുടെ പോസ്റ്റ്, അതായത് ഇന്ത്യ വിടണം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടാൽ ഉടനെ തന്നെ തമിഴര് മുഴുവൻ റോഡിൽ ഇറങ്ങും, ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഈ ധാരാളിത്തം കാണിക്കാനും ഈ സ്ക്രിപ്റ്റിന്റെ പരാജയവുമായിരിക്കാം. അതൊന്നും ഏറ്റില്ല. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ സ്ക്രിപ്റ്റിന്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഈ പറഞ്ഞ എന്താ പറയാ, ജയമോഹനടക്കം മിടുക്കന്മാരായ ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടോ ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമയിലെ സേനാപതിയായി ഇന്ത്യയിലെ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ ശങ്കറിന്റെ ഒരു മികവും, അന്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ അമ്പി എന്ന് പറഞ്ഞ ക്യാരക്ടറുടെ വിക്രമിനെ വെച്ച് ചെയ്ത മികവും, ശിവജി എന്ന് പറഞ്ഞ പടത്തില് രജനീകാന്തിനെ വെച്ച് ചെയ്തതോ ഒന്നും ഏറ്റില്ല. അതുപോലെ ആ 3 പടങ്ങളെപ്പോലെ ഇന്ത്യൻ 2 ഏറ്റില്ല. നേരെ മറിച്ച് അതിൽ സേനാപതിയുടെ മകൻ ചന്ദ്രബോസ് എന്ന് പറയുന്ന ചന്ദ്രു, കമൽഹാസൻ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും നമുക്ക് ബോറടിക്കില്ലായിരുന്നു തോന്നും. പിന്നെ അനാവശ്യമായ പാട്ടുകൾ കുത്തിത്തിരികി വൾഗാരിറ്റിയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് കുറേ പെമ്പിള്ളേരെ വിദേശത്ത് നിന്ന് ഇവിടുന്ന് ഇറക്കിയിട്ട് ഒരാവശ്യമില്ലാതെ കാശ് ചെലവാക്കാൻ വേണ്ടി മാത്രം വെറുതെ 2-3 തല്ലുപൊളി പാട്ടുകൾ. മൊത്തത്തിൽ ഈ എന്താ പറയാ, തലമുട്ടയടിച്ചവൻ എന്തെങ്കിലും കഷ്ടകാലം വന്നവൻ തലമുട്ടയടിച്ചാൽ കല്ലുമഴ പെയ്യുമെന്ന് പറയുമ്പോൾ അല്ലേ,
ഇന്ത്യയിലെ ഒരു ഘടകവും നമ്മളെ രസിപ്പിച്ചില്ല എന്നുള്ളതാണ്. അത് സേനാപതി അടക്കം അല്ല, അതെല്ലാം സ്ക്രിപ്റ്റിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയും. മനോഹരമായ പാട്ടുമില്ല, റീ റെക്കോർഡിങ്ങും ഇല്ല, ആഡംബരത്തിന് വേണ്ടി കുറെ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇന്ത്യൻ 2, ഇന്ത്യൻ 3 എങ്കിലും ശ്രദ്ധിക്കട്ടെ ശങ്കർ. ഞാൻ ഇതൊക്കെ ഇപ്പൊ പറയാൻ കാരണം, നമ്മൾ ഇന്ന് കാണിക്കുന്ന സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള സെഗ്മെന്റ്. ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള സെഗ്മെന്റിന്റെ കുറേ ആദ്യ ഭാഗം പറയേണ്ടി വന്നത് ഈ സിനിമ കണ്ടതുകൊണ്ടാണ്. ഈ സെഗ്മെന്റിൽ ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ളതിൽ നിങ്ങൾ നോക്കിയേ, ആയിരിക്കുന്ന നിലത്ത് കുത്തിയിരിക്കുന്ന രണ്ടുപേരെ ആലോചിച്ച് നോക്കും. ഒന്ന് കമൽഹാസൻ. കമൽഹാസന്റെ കൂടെ ചിരിച്ചോണ്ടിരിക്കുന്ന ആളിന്റെ പേര് രംഗരാജൻ എന്നാണ്, അല്ലെങ്കിൽ കേശവപ്രസാദ് രംഗരാജൻ എന്ന് പറയാം, അല്ലെങ്കിൽ സുജാത രംഗരാജൻ എന്ന് പറയാം. പക്ഷെ തമിഴക മക്കൾ ആരാധനയോടെ കാണുന്ന ആ മനുഷ്യന്റെ പേര് സുജാത എന്നാണ്. കമൽഹാസനോടൊപ്പം ആ നിലത്തിരിക്കുന്നത് സുജാതയാണ്. സുജാത ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ആയാലും അന്യനായാലും ശിവജി ആയാലും തമിഴിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് സിനിമകളുടെ തിരക്കഥയുടെ പിന്നാമ്പുറത്തുണ്ടായിരുന്ന മനുഷ്യനാണ് സുജാത. തമിഴ് സാഹിത്യത്തിൽ ശാസ്ത്ര വിഷയങ്ങൾ വച്ച് ഒന്നാം തരം നോവലുകൾ എഴുതി പ്രശസ്തനായ സാഹിത്യകാരനാണ് സുജാത രംഗരാജൻ. നമുക്ക് രംഗരാജനൊക്കെ വിടാം. സുജാത, ഭാര്യ സുജാതയുടെ പേര് തൂലികാ നാമമാക്കിയ ആളാണ് രംഗരാജൻ. 1935 മെയ് 3 രംഗരാജപുരത്താണ് അദ്ദേഹം ജനിച്ചത്. 2008 ഫെബ്രുവരി 27 73-ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പം ഇന്ത്യൻ എന്ന് പറഞ്ഞ ഒന്നാം ഭാഗത്തിൽ സ്ക്രിപ്റ്റ് എഴുതിയ, അല്ലെങ്കിൽ അന്യന്റെയും ശിവജിയുടെയും ഒക്കെ സ്ക്രിപ്റ്റ് എഴുതിയ സുജാത എന്ന് പറഞ്ഞ ആളിന്റെ എന്താ പറയുക വിയോഗമാണ് ഇന്ത്യൻ 2 ഇങ്ങനെ ദയനീയ പരാജയമാക്കിയതെന്ന് ഞാൻ പറയും. ഇന്ത്യൻ 2 പൊളിച്ചത് സുജാതയാണെന്ന് പറയാം. കാരണം അത്രയും ശക്തിയുക്തമായി എഴുതാൻ കഴിയുന്ന, പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഡയലോഗുകൾ കൊണ്ട് അനശ്വരമാക്കാൻ കഴിയുന്ന മനുഷ്യനായിരുന്നു സാഹിത്യകാരനായ സുജാത. ആനന്ദവികടൻ, കുമുദം, കൽക്കി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ സ്ഥിരമായിട്ട് അദ്ദേഹം എഴുതിയിരുന്നു. കുറച്ചു കാലം കുമുദത്തിന്റെ ചീഫ് എഡിറ്ററായിട്ടും അദ്ദേഹം വർക്ക് ചെയ്തു. 100-ലധികം നോവലുകൾ എഴുതിയിട്ടുണ്ട്. ആലോചിച്ചു തമിഴകത്ത് 100-ലധികം ശാസ്ത്ര ഫിക്ഷനുകൾ എഴുതിയ മനുഷ്യനാണ് സുജാത. 250ഓളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. 10 ശാസ്ത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 10 നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തെ അറിയപ്പെടുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ രൂപകൽപ്പന ചെയ്തതിലും നിർമ്മാണത്തിലും മേൽനോട്ടം വഹിച്ചത് സുജാതയാണ്. ഇന്ത്യയിൽ ബാലറ്റ് പേപ്പറിൽ നിന്ന് വോട്ടിംഗ് മെഷീനിലേക്ക് മാറാനായിട്ടുള്ള വോട്ടിംഗ് മെഷീൻ രൂപകൽപ്പന ചെയ്തതിൽ ഒരാളാണ് സുജാത എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏത് തലത്തിലുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ തമിഴ് സാഹിത്യ ലോകത്തെ ബാലകുമാരൻ, മദൻ, ചാരു നിവേദിത തുടങ്ങിയ യുവതലമുറയിലെ ഒരുപാട് എഴുത്തുകാർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു. ഇന്ത്യൻ നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി അവാർഡ് 1993 അദ്ദേഹം നേടി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം രൂപകൽപ്പന ചെയ്തതിനുള്ള വിസ്വിക് അവാർഡ് അദ്ദേഹം നേടി. തമിഴ്നാട് സർക്കാരിന്റെ ഏറ്റവും വലിയ പുരസ്കാരമായ കലൈമാമണി അവാർഡ് സുജാത നേടിയിട്ടുണ്ട്. മഹാൻ രാമാനുജൻ സീരിയലിന്, ദൂരദർശൻ സീരിയലിനുള്ള മൈലാപ്പൂർ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1999 മികച്ച എഴുത്തുകാരനുള്ള തമിഴ്നാട് ചലച്ചിത്ര കലൈമണ്ഡലം പുരസ്കാരവും സുജാത നേടിയിട്ടുണ്ട്. മികച്ച ചലച്ചിത്രത്തിനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പാണ്ഡവർ ഭൂമി എന്നുള്ള 2001 ചെയ്ത സിനിമയ്ക്ക് നേടിയിട്ടുണ്ട്. അദ്ദേഹം 1977 ഗായത്രി എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ആദ്യമായിട്ട് കഥ എഴുതിയത്. 78 ലവ് ഇൻ സിംഗപ്പൂർ, നിലാവേ ഇനിയും എന്ന് പറഞ്ഞ് 1979 കഥ എഴുതി. കമൽഹാസന്റെ വിക്രം നല്ല ഓടിയ പടമല്ലേ, 1986 അദ്ദേഹം എഴുതിയതാണ്. മലയാളത്തിൽ സുനിൽ വയസ്സ് 20 എന്ന് പറഞ്ഞ് സേതുമാധവൻ സാർ സംവിധാനം ചെയ്തൊരു പടമുണ്ട്. അതിൻ്റെ കഥ എന്താ പറയാ, സുനിൽ വയസ്സ് 20 എന്ന സുജാതയുടെ കഥയെടുത്താണ് സുനിൽ വയസ്സ് 20 ചെയ്തത്.
തിരക്കഥ കമലും കെ എസ് സേതുമാധവനുമായിരുന്നു. കഥ സുജാതയുടെ. സുനിൽ വയസ്സ് 20. റഹ്മാനായിരുന്നു നായകൻ. ഉർവശിയൊക്കെയുള്ള ഒരു വ്യത്യസ്തമായ മയക്കുമരുന്നിന് അടിമയായ സുനിൽ എന്ന ചെറുപ്പക്കാരനും 5 വയസ്സുകാരിയായ നീലി എന്ന് പറഞ്ഞൊരു കുട്ടിയായ ഈ ചെറുപ്പക്കാരൻ കഞ്ചാവിന്റെ ലഹരിയുടെ ലഹരിയിൽ തട്ടിക്കൊണ്ടുപോകും. പിന്നെ സംഭവിക്കുന്ന അസാധാരണമായ ഒരു ട്വിസ്റ്റാണ്. അത് ഹൃദയസ്പർശിയായി പറഞ്ഞ കഥയായിരുന്നു സുനിൽ വയത് 20 എന്നുള്ള സുജാതയുടെ കഥ. സേതുമാധവന്റെ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു സുനിൽ വയസ്സ് 20. പക്ഷെ വിചാരിച്ച പോലെ അങ്ങോട്ട് ഓടിയില്ല. 1992 റോജ, 1992 തന്നെ നാടോടി തെன்றൽ, 1996 28 വർഷം മുമ്പാണ് ഇന്ത്യൻ എന്ന് പറഞ്ഞ പടത്തിന്റെ 1ാം ഭാഗം വന്നതെന്ന്. കാലം എത്ര വേഗം നമ്മളെ ഓടിച്ചു കൊണ്ടുപോകുന്നു ആലോചിക്കേ. ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് 28 വർഷമായി. കണ്ണീരെ തോണ്ടിനാൽ എന്ന് പറഞ്ഞ പടം 1998. ദിൽസെ, ഇന്ത്യ മുഴുവൻ ഓടിയ പടമല്ലേ ദിൽസെ, 1998. മുതൽവൻ 1999. ഇതിന്റെ എല്ലാം തിരക്കഥയിൽ പങ്കാളിയായിരുന്നു സുജാത. ആര്യഭട്ട 1999. കണ്ടുകൊണ്ടേൻ 2000. കന്നത്തിൽ മുത്തമിട്ടാൽ മനോഹരമായ സിനിമയാണ് കന്നത്തിൽ മുത്തമിട്ടാൽ 2002. ബോയ്സ് 2003. ഉദയ 2004. ആയുധൊഴുത്ത് 2004. ഉള്ളം കേട്ടുമേ എന്നുള്ളത് 2005. അന്യൻ, വിക്രമിനെ ഒരു സൂപ്പർ താരമാക്കി മാറ്റിയ അന്യൻ 2005. ശരവണ 2006. ഗുരു 2007. കമൽഹാസന്റെ ഗുരു. പിന്നെ ഭീമ 2008. രജനികാന്തിന്റെ ശിവജി 2007. ദശാവതാരം കമൽഹാസൻ 10 വേഷത്തിൽ വന്ന 2008. അനന്ത തിണ്ടവം എന്ന് പറയുന്നത് 2009. യന്ത്രൻ 2010. റിലീസിംഗ് സുജാത ഹിസ് ബെസ്റ്റ് സ്റ്റോറീസ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ 8 കഥകളുടെ സമാഹാരം വിമല ബാലകൃഷ്ണൻ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ശങ്കറിന്റെ പ്രധാന സിനിമകൾക്ക് എല്ലാം ക്യാരക്ടർ ഡെവലപ്മെന്റ്സ് ചെയ്തിരുന്നത് സുജാതയായിരുന്നു. ശങ്കറിന് വേണ്ടി എല്ലാ പടങ്ങളുടെയും, പ്രധാനപ്പെട്ട പടങ്ങളുടെയൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പടങ്ങളുടെയൊക്കെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തത് സുജാതയായിരുന്നു. 1968 ആദ്യ നോവൽ നൈലോൺ കയർ എന്നായിരുന്നു നോവലിന്റെ പേര്. സയൻസ് ഫിക്ഷനുകളായിരുന്നു സുജാതയുടെ മാസ്റ്റർ പീസ് എന്ന് ഞാൻ പറഞ്ഞു. പിരിയോം സന്ധിപ്പോ, രക്തം ഒരു നിറം, അതായത് രക്തത്തിന് ഒരു നിറമേ ഉള്ളൂ, രക്തം ഒരു നിറം, എൻ ഇനിയ യന്ത്ര, അതായത് മൈ ഡിയർ റോബോട്ട്, ഇത്രയും, വീണ്ടും ജിനോ, ഗായത്രി, വിക്രം, സെയ്ത്താൻ, കരയെല്ലാം ചെമ്പകപ്പൂ, 144 തുടങ്ങിയ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ നോവലുകളുണ്ട്. മണിരത്നത്തിന്റെയും ശങ്കറിന്റെയും തിരക്കഥകളിൽ സുജാതയുടെ സംഭാവന ഒരിക്കലും എന്താ പറയുക മാറ്റി നിർത്താൻ കഴിയില്ല. ഒരേ സമയം ഇവിടെ ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഒരു കാലത്ത് പ്രസിദ്ധീകരണം ഇറങ്ങിയിരുന്നപ്പോൾ നമ്മളെ ജോയ്സിയൊക്കെ പോലുള്ളവർ ഒരുപാട് പേരുകൾ, പല പേരുകളിൽ എഴുതിയില്ലേ. 4 പേരിൽ എന്തോ ജോയ്സി നോവൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ പലരും, ഇപ്പൊ കെ കെ സുധാകരൻ അടക്കം പലരും പല പേരിൽ, നമ്മുടെ കെ ആർ മീരയൊക്കെ പല പേരിൽ എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷെ സുജാത എന്നുള്ള പേര് തന്നെ ഒരേ സമയം 28 പ്രസിദ്ധീകരണങ്ങളിൽ കഥകൾ എഴുതിയിട്ടുള്ള, നോവലുകൾ എഴുതിയിട്ടുള്ള ആളാണ് സുജാത. 28 പ്രസിദ്ധീകരണങ്ങൾ ആലോചിക്കേ. അതിന് നമ്മൾ അത്ഭുതപ്പെടാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സുജാത പറയുന്നത് 28 എഴുതുന്നതൊന്നും ഒരു പ്രശ്നവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു ദിവസം 24 മണിക്കൂർ, 7 ദിവസം കൊണ്ട് 168 മണിക്കൂർ. ഇതില് 28 മണിക്കൂർ എഴുതാനെടുത്താലും ബാക്കി 140 മണിക്കൂർ ഒരാഴ്ചയിൽ ബാക്കിയില്ലേ എന്നായിരുന്നു സുജാതയുടെ ചോദ്യം. ഒരു നോവൽ എഴുതാൻ, ഒരു എപ്പിസോഡ്, ഒരു ലക്കം എഴുതാൻ, ഒരു ലക്കത്തിന്റെ ഒരു ചാപ്റ്റർ എഴുതാൻ എനിക്ക് 1 മണിക്കൂർ മതി. അപ്പൊ 28 മണിക്കൂറേ ഞാൻ ഒരാഴ്ചയിൽ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി 160 മണിക്കൂർ ഇല്ലേ ഒരാഴ്ചയിൽ. അപ്പം മറ്റ് ജോലികൾ ചെയ്യാനും ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിനേക്കാൾ രസകരമായ കാര്യം, VSSCയിലെ സയന്റിസ്റ്റ് ആയിരുന്നല്ലോ നമ്മുടെ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിനോടൊപ്പം കോളേജിൽ പഠിച്ച ആളാണ് സുജാത. പുസ്തകം വായിക്കാൻ പഠിപ്പിച്ചത് സുജാത സാറിന്റെ എഴുത്തുകൾ ആയിരുന്നു എന്നാണ് ഇന്ത്യന്റെ സംവിധായകനായ ശങ്കർ പറയുന്നത്. എന്നെ പുസ്തകം വായിക്കാൻ പഠിപ്പിച്ചത് സുജാത സാറിന്റെ രചനകളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സിനിമ കാണും പോലെയാണ് പുസ്തകം വായിക്കുമ്പോൾ. ഞാൻ സിനിമാക്കാരനാവും, എനിക്ക് സുജാത സാർ എഴുതും, ഇതൊന്നും ഞാൻ കരുതിയതേ അല്ല, ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല എന്നാണ് ശങ്കർ പറയുന്നത്. ഞാനൊരു സംവിധായകനാവുന്നോ
അല്ലെങ്കിൽ 100-150 കോടി രൂപ പ്രതിഫല സംവിധാനത്തിന് വാങ്ങിക്കുന്ന ഒരു സംവിധാനമായി വളരുമെന്നോ, അങ്ങനെ വളർന്ന എനിക്ക് തിരക്കഥ എഴുതാനായി സുജാത സാർ വരുമെന്നോ ഒന്നും ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കരുതിയിട്ടേ ഇല്ല എന്നാണ് ശങ്കർ പറയുന്നത്. ഇന്ത്യന് വേണ്ടിയാണ് സുജാത സാർ എനിക്ക് വേണ്ടി ആദ്യമായി എഴുതിയത്. ഞാനൊരു ദിവസം കുമുദം ഓഫീസിൽ ചെന്നു. സാധാരണക്കാരനായി അദ്ദേഹം സംസാരിച്ചു. അല്ല, അദ്ദേഹം വലിയൊരു എഴുത്തുകാരനെന്നുള്ള അഹംഭാവം ഒന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തീരെ ചെറുപ്പം. ഞാൻ കരുതിയത് കുറച്ചുകൂടി പ്രായമുള്ള ആണ് എന്നാണ്. അപ്പൊ ശങ്കർ ഇന്ത്യന് വേണ്ടി ഉണ്ടാക്കിയ കഥ സുജാതയോട് പറഞ്ഞു. നന്നായിട്ടുണ്ട്, എപ്പോൾ എഴുതണം? അല്ലാതെ എനിക്ക് ഡേറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എത്ര ലക്ഷം രൂപ എഴുതാൻ തരും, ഞാൻ ഇങ്ങനെയുള്ള കുറെ കണ്ടീഷൻ ഞാൻ അങ്ങോട്ട് പറയാം, ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് കഥ നന്നായിട്ടുണ്ട്, എപ്പോ എഴുതണം എന്നാണ് ചോദിച്ചത്. അപ്പൊ ശങ്കർ ചോദിച്ചു, സാറിന് തിരക്കഥ എഴുതാൻ ഞാൻ എത്ര രൂപ തരണം എന്ന് ചോദിച്ചു. കഴിഞ്ഞ പടത്തിന് എഴുതിയ ആൾക്ക് എത്ര കൊടുത്തോ അത് തരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആര് പറയും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെയൊക്കെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് അഭിനയിക്കുന്നവനായാലും ശരി, അഭിനയിക്കുന്നവളായാലും ശരി, സംവിധായകനായാലും ശരി, ക്യാമറമാനായാലും ശരി, തിരക്കഥാകൃത്തായാലും ശരി, എല്ലാം ഒരു പടം 25 ദിവസം ഓടിയ ഇവിടെ എത്ര റേറ്റ് ചോദിക്കുന്നത്? അങ്ങനെയുള്ള നാട്ടിൽ ഇത്രയും വിലപിടിപ്പുള്ള എഴുത്തുകാരൻ MT സാറിനോളം എന്ന് തന്നെ പറയാം. MT സാറ് വേറൊരു തരത്തിലുള്ള ഫിക്ഷനാണ്. അദ്ദേഹം സയൻസുമായി ബന്ധപ്പെട്ട ഫിക്ഷൻ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ പടത്തിന് തിരക്കഥ എഴുതിയ ആൾക്ക് നിങ്ങൾ എത്ര രൂപ കൊടുത്തോ അത് തരൂ എന്നാണ് പറഞ്ഞത്. ശങ്കർ പറയുന്നത്, എന്നും പണം അദ്ദേഹത്തിന് സെക്കൻഡറി ആയിരുന്നു, അല്ലാതെ പണത്തിന് വേണ്ടി എഴുതാൻ നടന്ന മനുഷ്യനായിരുന്നില്ല. അതിന്റെ ജാടയില്ലായിരുന്നു എന്ന് ശങ്കർ തന്നെ പറയും. കമൽ സാർ നായകനായതും എല്ലാം സുജാത സാറിന്റെ വലിയ മനസ്സുകൊണ്ടാണ് എന്നാണ്. കമലുമായിട്ട് നല്ല ബന്ധം. അപ്പൊ കമൽഹാസൻ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. ഇവിടെ ടി പത്മനാഭനായാലും നമ്മുടെ സുരാസു ആയാലും എഴുതുന്ന ആൾക്കാരുമായിട്ടൊക്കെ എന്നും കമൽഹാസന് നല്ല ബന്ധമാണല്ലോ, ആത്മബന്ധമുണ്ട്. സുജാതയുടെ കഴിവ് മുൻകൂട്ടി അറിഞ്ഞ ആളായിരിക്കണം കമൽഹാസൻ. അതുകൊണ്ട് സുജാതയും കമൽഹാസനും നല്ല ബന്ധമായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യനിൽ അഭിനയിക്കാനായിട്ട് സുജാത പറഞ്ഞതുകൊണ്ടാണ് കമൽഹാസന്റെ ഡേറ്റ് പെട്ടെന്ന് കിട്ടിയത് എന്നാണ് ശങ്കർ പറയുന്നത്. ശങ്കർ നല്ലൊരു കഥയുണ്ടാക്കിയിരിക്കുന്നു, നിങ്ങൾ നേരെ ചെന്ന് അഭിനയിച്ചാൽ മതിയെന്ന് കമലിനോട് സുജാത പറഞ്ഞു. ഇന്ത്യൻ സിനിമ നന്നായെങ്കിൽ അതിന് കാരണം സുജാത സാറാണെന്ന് ശങ്കർ ഒരു അർത്ഥശങ്കയ്ക്കും ഇടയിൽ അത് തുറന്നു പറയുന്നു. കോടിക്കണക്കിന് രൂപ മുടക്കാനുള്ള നിർമ്മാതാവും മനോഹരമായ ഫ്രെയിമുകൾ വെക്കാൻ അറിയാവുന്ന ഞാനും കൂടി ചെയ്താണ് ഈ പടം ഇങ്ങനെ ആക്കിയതെന്നല്ല ശങ്കർ പറയുന്നു. ഇന്ത്യൻ സിനിമ നന്നായെങ്കിൽ അതിന് കാരണം സുജാത സാറാണ്. 2 വരിയിൽ കാര്യം പറയാൻ അദ്ദേഹത്തിന് അറിയാം. അതായത് ഒരു പേജൊന്നും എഴുതി കൂട്ടേണ്ട ഒരു കാര്യം പറയാൻ 2 വരിയിൽ അദ്ദേഹം കാര്യം പറയും എന്നാണ് പറയുന്നത്. എഴുത്ത് പവർഫുള്ളാണ്, വാരിക്കോരി അദ്ദേഹം എഴുതില്ല. അപ്പൊ വാരിക്കോരി എഴുതുന്ന ആള് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടില് കരുണാനിധിയാണ്, നമ്മുടെ മുൻ മുഖ്യമന്ത്രി. എന്താ പറയുക, 5 തവണ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ 75 സിനിമയ്ക്ക് കരുണാനിധി തിരക്കഥ എഴുതിയിട്ടുണ്ട്. അതിൽ പരാശക്തി എന്നൊക്കെ പറഞ്ഞ പടം ഇപ്പോഴും നമ്മൾ കണ്ടാൽ കോൾമയിർ കൊള്ളും. അദ്ദേഹത്തിന്റെ ചങ്കുകുത്തുന്ന ഡയലോഗുകൾ, മരുതനാട്ട് ഇളവരശി, തായില്ലേ പിള്ളൈ, ഒരേ രക്തം, ഉദയസൂര്യൻ, ഞാനേ അറുവാളി, തൂക്കുമേടൈ, പാശി പറവുകൾ എന്നൊക്കെ പറഞ്ഞ് 75 സിനിമകൾക്ക് കരുണാനിധി തിരക്കഥ എഴുതിയിട്ടുണ്ട്. പക്ഷേ കരുണാനിധി എഴുതുന്നത് പോലെ, അല്ലെങ്കിൽ കരുണാനിധി എഴുതി ശിവാജി ഗണേശൻ പടക്ക് പൊട്ടുന്നത് പോലെ പറയുന്ന ഡയലോഗൊന്നും സുജാത എഴുതില്ല. പവർഫുൾ ആയിരിക്കും, പക്ഷേ 1 വരി 1.5 വരിയിലാണ് അദ്ദേഹം ഡയലോഗുകൾ എഴുതി വെക്കുന്നത്. ഇന്ത്യൻ എന്ന് പറഞ്ഞ പടത്തിലെ കൈക്കൂലിയെ പറ്റി പറയുമ്പോൾ, കൈക്കൂലി എന്ന് പറഞ്ഞാൽ ലഞ്ചമാണ്. ഈ പടം കണ്ടോണ്ടിരിക്കുമ്പോൾ, ഇന്ത്യൻ 2 കണ്ടോണ്ടിരിക്കുമ്പോൾ സിന്ധു എന്നോട് ചോദിച്ചു, ഈ ലഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. കൈക്കൂലിയെ പറയുന്നതാണ്. മറ്റു നാടുകളിൽ കൈക്കൂലി ഇല്ലേ എന്നൊരാൾ ചോദിക്കും. അപ്പോ സേനാപതി പറയുന്നത്, ഉണ്ട്, എല്ലാ നാട്ടിലും കൈക്കൂലിയുണ്ട്. കാര്യം നടക്കാനാണ് അവിടെ കൈക്കൂലി. ഇവിടെ കടമ ചെയ്യാൻ തന്നെ കൈക്കൂലി കൊടുക്കണം എന്നാണ് സേനാപതിയെ കൊണ്ട് സുജാത പറയിച്ചത്. ഇവിടെ എല്ലാ വഴികളും കുറുക്കു വഴിയായി. അത് എൻ്റെ അപ്പൻ അറിയില്ല എന്ന് ചന്ദ്രു എന്ന ചന്ദ്രബോസ് പറയുന്നൊരു ഡയലോഗുണ്ട്. അങ്ങനെയാണ് സേനാപതിയെ വിലയിരുത്തുന്നത്. കാരണം കുറുക്കു വഴികളൊന്നും എൻ്റെ അപ്പൻ അറിയില്ല, നേരെ വാ നേരെ പോ, അതേ അറിയാവൂ എന്നാണ് ചന്ദ്രു പറയുന്നത്. അന്യനിൽ ട്രെയിനിൽ അമ്പി പോകുന്ന ഒരു സീനുണ്ട്. ട്രെയിനിലെ ഫാൻ വർക്ക് ചെയ്യുന്നില്ല, ആഹാരമാണെങ്കിൽ വഹിക്കൊള്ളില്ല. അപ്പൊ ടി
വന്നപ്പോൾ ഈ അമ്പി കയറി ചൂടാവും. അപ്പോൾ പരാതി പറഞ്ഞതിൻ്റെ അയാളുടെ ചൂടിലുള്ള പരാതി കേട്ടപ്പോൾ ടിക്ക് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, എന്തിനാ എല്ലാത്തിനും പരാതി പറയുന്നേ എന്ന് അമ്പിയോട് ചോദിക്കും. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കൂടെ? ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഈ ദേശം ഈ വകയായത്. ഇത്രയേ ഉള്ളൂ അമ്പിയുടെ മറുപടി. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഈ ദേശം ഇങ്ങനെ ആയത് എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ കുറ്റം ചെയ്യുന്നവരെ കൊല്ലാമോ സാർ എന്ന് അമ്പിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന് അയാൾ പറയുന്നത്, ഒരാൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്പി പറയുന്ന മറുപടി രസകരമായ ചിന്തനീയമായ ഒരു മറുപടിയാണ്. തപ്പ് ബനിയൻ മാതിരി, ലാർജ് സ്മോള് ബിഗ് സൈസ് അങ്ങനെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തപ്പ് തെറ്റ് ചെയ്താൽ അതിന് ലാർജ് സ്മോള് ബിഗ് സൈസ് എന്നൊന്നുമില്ല, എല്ലാം എക്സ്ട്രാ ലാർജ് എന്നാണ് അമ്പി പറയുന്ന മറുപടി. അന്യനിലെ 1000 ഡയലോഗ് തനിക്ക് വേണമെങ്കിൽ കാണാപ്പാടം പോലെ പറയാൻ കഴിയുമെന്നാണ് അതിൻ്റെ സംവിധായകനായ ശങ്കർ പറയുന്നത്. അത്രയും പവർഫുള്ളായ മനസ്സിൽ തട്ടി നിൽക്കുന്ന ഡയലോഗുകളാണ് സുജാത എഴുതിയിട്ടുള്ളത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ശങ്കർ പറയുന്നത്. അന്യനിലെ 1000 ഡയലോഗുകൾ വേണമെങ്കിൽ ഞാൻ കാണാപ്പാടം പറയാം. സുജാത സാറിൻ്റെ മികവ് തെളിയിക്കാൻ വേണ്ടി ഞാൻ അത് വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പറയാം എന്ന് പറയുന്ന ആളാണ് ശങ്കർ. ശിവാജി സിനിമ രജനീകാന്തിൻ്റെ. അമേരിക്കയിൽ നിന്ന് ശിവാജി തമിഴ്നാട്ടിലേക്ക് വരികയാണ്. വിമാനത്താവളത്തിൽ ഇറങ്ങി കാറിൽ യാത്ര ചെയ്യുകയാണ്. കാറിൽ പോകുമ്പോൾ മദ്രാസ് സിറ്റിയുടെ 2 സൈഡിലും വലിയ വലിയ ഹോർഡിങ്സുകൾ, അതുപോലെ തന്നെ അമ്പരചുംബികളായ വലിയ വലിയ 20-30 നിലകളുള്ള കെട്ടിടങ്ങൾ. അതെല്ലാം നോക്കിയിരിക്കുന്ന ശിവാജി നാട് വളർന്നല്ലോ വല്ലാതെ എന്ന് പറയും. അതിൽ ഇത്രയേ ഉള്ളൂ ഡയലോഗ്. ഈ കെട്ടിടങ്ങളും ഹോൾഡിങ്സും ഒക്കെ നോക്കിയിട്ട് നാട് വല്ലാതെ വളർന്നല്ലോ, നമ്മുടെ തമിഴ്നാട് വല്ലാതെ വളർന്നല്ലോ, അല്ലെങ്കിൽ ഇന്ത്യ വളർന്നല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കൂടെ പോകുന്ന ആൾ പറയും, ആമാ എല്ലാം വളർന്നു സാർ, ഇവിടെ റോളക്സ് വാച്ച് വന്നു, ബർഗർ വന്നു, ബെൻസ് വന്നു എന്നൊക്കെ പറഞ്ഞ അയാളെ നാടിൻ്റെ പുരോഗതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓടിക്കൊണ്ടിരുന്ന കാർ ഒരു സിഗ്നലിൽ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഭിക്ഷക്കാരൻ ഓടി അയ്യാ എന്ന് വിളിച്ചൊരു ഭിക്ഷക്കാരൻ കാറിനടുത്തേക്ക് ഓടി വരും. അപ്പോൾ ശിവാജി പറയുന്ന ഒരു ഡയലോഗുണ്ട്, എല്ലാം വന്തടിച്ച് ഇത് മട്ടും പോയില്ല. അതായത് എല്ലാം വന്നു, പക്ഷേ ഇത് മാത്രം, ഈ ഭിക്ഷ എടുക്കുന്നത് മാത്രം പോയില്ല. ഇത്രയും മതി ഇന്ത്യയുടെ ഒരു മുഖം അറിയാൻ സുജാതയുടെ ഈ ഒറ്റ ഡയലോഗ് മതി. എല്ലാം വന്തടിച്ച് ഇത് മട്ടും പോയില്ല, ധർമ്മം പണ്ണും കയ്യാന്ന് വീണ്ടും ആ ഭിക്ഷക്കാരൻ വിളിക്കും. എന്തിരനില് ലീവിൽ വന്ന കക്ഷി, എന്താ പറയാ, ലീവിൽ വന്ന യക്ഷി മാതിരി ഇരിക്കുക എന്നൊരു ഡയലോഗുണ്ട്. ഇതിനപ്പുറം എന്ത് പറയാ? ആലോചിക്ക്. ഒരു ആളിനെ നോക്കിയിട്ട് പറയാണ് ലീവ് എടുത്ത് വന്ന യക്ഷിയെ പോലെ ഇരിക്കുന്നു. അങ്ങനെ ഈ സുജാത എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചിട്ട് ശങ്കറിന്റെ ബുദ്ധിയിൽ ഉദിച്ച എന്തെങ്കിലും ഒരു പുതിയൊരു സീൻ ഉണ്ടാക്കാനുള്ള ഒരു കണ്ടന്റ് പറഞ്ഞാൽ അപ്പൊ തന്നെ അദ്ദേഹം പറയും, സുജാത പറയും, കൊള്ളാം, നമുക്ക് എഴുതാം, കൊള്ളാം, അല്ലാതെ തള്ളിക്കളയില്ല പുള്ളി. പക്ഷെ പിറ്റേ ദിവസം വരുമ്പോൾ സുജാത സാർ ഒരു പുസ്തകം കൊണ്ടുവന്ന് ശങ്കറിന് നേരെ നീട്ടും എന്നാണ് ശങ്കർ പറയുന്നത്. ആ പുസ്തകം മറിക്കുമ്പോഴാണ് അറിയുന്നത് ഇന്നലെ ഇതുപോലെ ഒരു സീൻ എഴുതാമോ എന്ന് ശങ്കർ ചോദിച്ച സീൻ 1960 സുജാത അദ്ദേഹത്തിന്റെ നോവലിൽ എഴുതിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഏതാണ്ട് 60 വർഷം മുമ്പ് അദ്ദേഹം എഴുതിയ സീനാണ് ശങ്കർ ചോദിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു സീൻ ഡെവലപ്പ് ചെയ്തെടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു എതിർപ്പും ഇല്ലാതെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹം എഴുതിയ നോവൽ കൊണ്ടൊന്ന് വായിക്കാൻ കൊടുക്കുമ്പോഴാണ് സുജാത താൻ ഇന്നലെ വലിയ കാര്യമായിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കൊടുത്ത ആ സംഭവം 1960കളിൽ അദ്ദേഹത്തിന്റെ നോവലുകളിൽ എഴുതിയിട്ടുണ്ട് എന്ന് ശങ്കർ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്ന് മനസ്സിൽ ചിന്തിക്കുന്നത് 50 വർഷം മുമ്പ് സുജാത പുസ്തകത്തിൽ എഴുതി വച്ചിരുന്നു എന്നാണ് ശങ്കർ പറയുന്നത്. നമ്മളിന്ന് ചിന്തിക്കുന്നതൊക്കെ അദ്ദേഹം 60കളിൽ പറഞ്ഞു കഴിഞ്ഞു. അത്രയും അഡ്വാൻസായ മഹാനാണ് സുജാത എന്നാണ് ശങ്കർ പറയുന്നത്. എനിക്കവർ ഒരു എഴുത്തുകാരനല്ല, നല്ല ഒരു വാദ്യാരെ പോലെ, അധ്യാപകനെ പോലെ എന്നാണ് ശങ്കർ പറയുന്നത്. അവർക്കറിയാവുന്ന വിഷയങ്ങൾ മടിയില്ലാതെ അവർ ക്ലാസ് തരും. മുഴുവൻ തിരക്കഥ തീർക്കാതെ ക്യാമറ ഓപ്പൺ ചെയ്യരുതെന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ് സുജാത.
കംപ്രസ്ഡ് റൈറ്റിംഗ് എന്നെ പഠിപ്പിച്ചതും സുജാത സാറാണ്. എൻ്റെ നിരവധി പടങ്ങൾ 100 നാള് 150 നാള് ഓടിയിട്ടുണ്ട്. ആദ്യമായി സിൽവർ ജൂബിലി ആഘോഷിച്ച ശിവാജി, അല്ലെങ്കിൽ ആദ്യമായി 100 കോടി ക്ലബിലെത്തുന്ന തമിഴകത്തെ ശിവാജി എഴുതി തന്നത് സുജാതയാണ് എന്ന് ഒരു മടിയുമില്ലാതെ ശങ്കർ പറയുമ്പോൾ, ഇന്ത്യൻ 2ന്റെ പരാജയത്തിൽ നിന്ന് നമ്മളത് നോക്കിക്കാണുമ്പോൾ സുജാത എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ വില മനസ്സിലാവും. ചുമ്മാതല്ല അദ്ദേഹത്തോടൊപ്പം തറയിൽ കമലഹാസൻ കയറിയിരിക്കുന്നത്. കമലഹാസൻ അറിയാം ഈ ഇരിക്കുന്ന മനുഷ്യനിൽ ഒരുപാട് വ്യത്യസ്തമായ ചിന്തകൾ, സ്വപ്നങ്ങൾ ഉണ്ട് എന്ന് ബോധ്യമായ ആളായിരിക്കണം കമലഹാസൻ. നല്ല ബുദ്ധിമാനല്ലേ കമലഹാസൻ. അതിനെ ശരിവയ്ക്കും വിധമാണ് ശങ്കർ പറയുന്നു, എൻ്റെ സിനിമകൾ ഇപ്പോൾ ശിവാജി എന്ന് പറഞ്ഞ പടം ആദ്യമായി തമിഴകത്ത് എന്താ പറയുക 100 കോടി ക്ലബിലെത്തിയെങ്കിൽ, അല്ലെങ്കിൽ സിൽവർ ജൂബിലി ആഘോഷിച്ചെങ്കിൽ, എൻ്റെ അന്യനായാലും ശരി, ഇന്ത്യൻ ആയാലും ശരി, ശിവജി ആയാലും ശരി, എല്ലാം ശങ്കർ സാർ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വലിയ വിജയമായി മാറിയത് എന്ന് അതിൻ്റെ സംവിധായകനായ ശങ്കർ തന്നെ തുറന്നു പറയുമ്പോൾ, ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് ജയമോഹനെ പോലെ വലിയ വാചകങ്ങൾ അടിക്കുന്ന ആളുകൾ ശങ്കറിനെ സഹായിക്കാനായി, വൈരമുത്തു അടക്കം 5 or 6 പേർ ശങ്കറിനെ സഹായിക്കാനായി ഉണ്ടായിട്ട് പോലും ഒരു സുജാത അതിലുണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യൻ 2ന്റെ പരാജയമെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ശങ്കർ സമ്മതിക്കും. ആ അനശ്വരനായ എഴുത്തുകാരൻ, ഞാൻ പറയുന്നത്, ആ 250 നോവൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത്രയും നോവലുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിൽ വലിയ ആഗ്രഹം വരുന്നു. ആരെങ്കിലും തമിഴ് അറിയാവുന്നവർ ആ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ല 250 പുസ്തകം കിട്ടിയത്. ആരെങ്കിലും ഈ പ്രോഗ്രാം കാണുന്നവർ അതിനുള്ള ശ്രമം നടത്തട്ടെ. അങ്ങനെ സുജാത സാറിനെ നമുക്കും സ്വീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ആ അനശ്വരനായ എഴുത്തുകാരന്, ആ പ്രിയപ്പെട്ട കലാകാരന്, ഒരു അവകാശവാദവും ഉന്നയിക്കാത്ത മനുഷ്യന് പ്രതിഫലം പോലും നിങ്ങൾ കഴിഞ്ഞ പടത്തിന് കൊടുത്ത ആളിന് എന്ത് കൊടുത്തോ അത് തന്നാൽ മതി എന്ന് പറയുന്ന, അല്ല എന്നെ നിങ്ങൾ വിലയിടണ്ട എന്ന് പറയുന്ന വലിയ മനസ്സുള്ള സുജാത സാറിന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള ഈ പങ്ക്തിയിൽ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.